ഇനി ക്യാരി ഫോറിൽ നമ്മൾ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ട്സിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് ഇത്തരത്തിൽ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിൽ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 5 പോയിന്റ്സ് അവർ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ എ സ്റ്റാൻഡേർഡ് സ്റ്റൈൽ ഫോർ യുവർ പ്രൊഡക്റ്റ് ടൈറ്റിൽസ് എന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുമ്പോൾ ബ്രാൻഡ് നെയിം, പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ബ്രാൻഡ് നെയിം ആദ്യം കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം വേരിയേഷൻ എന്താണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു മോഡൽ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചറോ നമുക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലായിരിക്കണം നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യേണ്ടത്. അതായത് അത് വായിക്കുന്ന കസ്റ്റമേഴ്സിന് അത് ഏതാണ് ബ്രാൻഡ് എന്നുള്ളതും എന്ത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണെന്നുള്ളതും അതിൻ്റെ വേരിയേഷൻ, അതായത് ഇപ്പോൾ ഒരു കളർ ആയിരിക്കാം ബ്ലൂ ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് എന്നുള്ളത് നമ്മൾ സ്പെസിഫിക്കലി ടൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് എളുപ്പം മനസ്സിലാവും, ഓക്കെ ഞാൻ ബ്ലൂ ആണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ ഒരു ബ്ലൂ പ്രൊഡക്റ്റ് ആണ് അത് എന്നുള്ളത് എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ സമയവും അതുപോലെ തന്നെ അവരുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്നുള്ളത് എളുപ്പത്തിൽ അവരെ കൺവേ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടൈറ്റിലൂടെ അറിയിക്കാനായിട്ട് സാധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണോ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പേസ് ഇട്ട് വരുന്ന അടുത്ത വേർഡിന് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ക്വാളിറ്റി നല്ലപോലെ കൺവേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ ലിസ്റ്റിങ്ങിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് ഇൻസേർട്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ്. അതായത് ടൈറ്റിലിൽ നിങ്ങൾ ആൻഡിൻ്റെ ഷോർട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ആംപർസാൻഡ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കരുത്. അത് അൺലെസ് അത് ബ്രാൻഡ് നെയിമിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പെർട്ടിക്കുലർലി ഒരു ബ്രാൻഡ് നെയിം വരുന്നത് ആ ഒരു ആൻഡോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അല്ലാതെ നിങ്ങൾ ടൈറ്റിലിൽ ആ ഒരു സൈൻ ഉപയോഗിക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്പേഴ്സ് ന്യൂമറൽസിലായിരിക്കണം നമ്മൾ എഴുതുന്നത്, അല്ലാതെ വേർഡ്സിലാവരുത്. അതായത് 7 എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ 7 ന്യൂമറിക്കൽ 7 തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ SEVEN എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വേർഡായിട്ട് അത് എൻ്റർ ചെയ്യരുത് എന്നുള്ളതാണ് ടൈറ്റിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡു നോട്ട് എൻ്റർ പ്രൈസ്, പ്രൊമോഷൻ, സിമ്പിൾസ്, സെല്ലർ അക്കൗണ്ട് ഇൻഫർമേഷൻ ഇൻ ദി ടൈറ്റിൽ ഓഫ് യുവർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ടൈറ്റിൽ ഒരിക്കലും സെറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ മറ്റ് പ്രൊമോഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സോ സിമ്പിൾസോ നമ്മുടെ സെല്ലർ അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യരുത്. അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.